വിദേശകാര്യ സർവീസിൽ പ്രവേശിച്ചതോടെയാണ് മിശ്രയുടെ നയതന്ത്ര യാത്ര ആരംഭിച്ചത്. തന്റെ കരിയറിൽ ഉടനീളം സങ്കീർണമായ ദുരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് ഇന്ത്യ-പാക് സംഘർഷത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം യാതൊരു പരിഭ്രാന്തിയും വരുത്താതെ കൃത്യമായി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സർക്കാർ മുഖമായി കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരോടൊപ്പം ഇന്ത്യയുടെ നീക്കങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് വിക്രം മിശ്രി ആയിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഒരു മുഖ്യ നയതന്ത്രജ്ഞനാണ് മിശ്രി. 2022 ജനുവരി മുതൽ 2024 ജൂലൈ വരെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2024 ജൂലൈയിലാണ് ഇന്ത്യയുടെ 35ാമത് വിദേശകാര്യ സെക്രട്ടറിയായി സേവനത്തിലേറുന്നത്. നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, ഇന്ദർ കുമാർ ഗുജറാൾ എന്നീ 3 പ്രധാനമന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ആളുകൂടിയാണ് അദ്ദേഹം. 1964 നവംബർ 7-ന് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ ഒരു കശ്മീരി ഹിന്ദു കുടുംബത്തിലാണ് മിശ്രി ജനിച്ചത്. മിശ്രി ശ്രീനഗറിലെ ബെൻഹാൾ സ്കൂളിലും DAV സ്കൂളിലും ജമ്മു ഡിവിഷനിലെ ഉധംപൂരിലെ കാർമൽ കോൺവെന്റ് സ്കൂളിലും പഠിച്ചു. പിന്നീട് ഡൽഹി സർവകലാശാലയിലെ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലുള്ള XLRI സേവിയർ ലേബർ റിലേഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും MBA പൂർത്തിയാക്കി. സ്പെയിനിലെയും മ്യാൻമറിലെയും ഇന്ത്യയുടെ അംബാസിഡറായിരുന്ന മിശ്രി 2019 ജനുവരി മുതൽ 2021 ഡിസംബർ വരെ ചൈനയിലെ അംബാസിഡറായിരുന്നു. 2020-21 ചൈന ഇന്ത്യ സംഘർഷങ്ങളുടെ സമയമായിരുന്നു അത്. കൂടാതെ സംഘർഷങ്ങൾ ചർച്ച ചെയ്യാൻ ലിയു ജിയാൻചാവോ ഉൾപ്പെടെയുള്ള മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾ മിശ്രി നടത്തിയിട്ടുണ്ട്. 2022 ജനുവരി 1 മുതൽ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതായത് NSA ആയി അദ്ദേഹം നിയമിച്ചു. കൂടാതെ അവിടെ അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാദേശിക നയതന്ത്രത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഏഷ്യയിലും അദ്ദേഹത്തിന്റെ വിപുലമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് 2024 ജൂൺ 28-ന് വിനയ് മോഹൻ ക്വാത്രയുടെ പിൻഗാമിയായി മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ പ്രവേശിച്ചതോടെയാണ് മിശ്രിയുടെ നയതന്ത്ര യാത്ര ആരംഭിച്ചത്. തന്റെ കരിയറിൽ ഉടനീളം സങ്കീർണമായ ഭൂരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിലും നടപ്പാക്കുന്നതിലും ആഗോള പങ്കാളികളുമായി ഇടപഴകുന്നതിലും വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിലും മിശ്രി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നയതന്ത്ര ജീവിതത്തിലുടനീളം മിശ്രി വിവിധ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ബ്രസൽസ്, ടൂണീസ്, പാകിസ്ഥാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ദൗത്യങ്ങളിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ശ്രീലങ്കയിൽ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറായും മ്യൂണിക്കൽ കോൺസൽ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, കാശ്മീരി ഭാഷകളിൽ പ്രാവീണ്യമുള്ള മിശ്രിക്ക് ഫ്രഞ്ച് ഭാഷയിലും പ്രാവീണ്യമുള്ളതിനാൽ ആസ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ട് USA ഇന്ത്യ ലീഡർഷിപ്പ് ഇനിഷ്യേറ്റീവിന്റെ ഫെലോ കൂടിയാണ് അദ്ദേഹം. പൊതുസേവനത്തോടുള്ള ആഴമായ പ്രതിബദ്ധതയും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിക്രം മിശ്രിയുടെ കരിയർ. ഇത് അദ്ദേഹത്തെ ഇന്ത്യയുടെ നയതന്ത്ര സമൂഹത്തിലെ ഒരു പ്രധാന വ്യക്തിയാക്കി മാറ്റുന്നുമുണ്ട്. അതേസമയം വെടിനിർത്തൽ തീരുമാനം ഉൾപ്പെടെ മാധ്യമങ്ങളോട് വിശദീകരിച്ച മിശ്രിയെ ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടയാളെന്ന നിലയിലാണ് ഒരു വിഭാഗം വിമർശിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിലായ ശേഷം പാകിസ്ഥാൻ ഇതു ലംഘിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു അധിക്ഷേപവും. വഞ്ചകൻ, ദേശദ്രോഹി തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് മിശ്രിക്കും കുടുംബത്തിനുമെതിരെ അഴിച്ചുവിടുന്നത്. ചിലർ മിശ്രിയുടെയും മകളുടെയും പൗരത്വം തന്നെ ചോദിച്ചു. മിശ്രിയുടെ മകൾ അഭിഭാഷകയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ചിലർ കമന്റുകളുമായി വന്നത്. ഇതിനു പുറമെ ദി വയർ എന്ന മാധ്യമ സ്ഥാപനത്തിനെ അനുകൂലിച്ചെഴുതിയതിനെയും ചിലർ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രിയുടെ X അക്കൗണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മിശ്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാംഷിക്കെതിരെയും സൈബർ ആക്രമണമുണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതിനെതിരെ സംസാരിച്ചതിനാണ് അവർക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞത്.